വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പഴയ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ നന്ദിയുണ്ട്. ഭയങ്കര ലൈക്ക് കിട്ടിയിട്ടുണ്ട്, വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ഭയങ്കര നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എന്ത് ഫുഡ് ഐറ്റം കൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് എടുക്കാൻ പോണത്. വീണ്ടും കുക്കിംഗ് നാളെയും കുക്കിംഗ്. അപ്പൊ നമുക്ക് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രോൺസ് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് നല്ല ടേസ്റ്റി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ടും വൈകിട്ടുള്ള നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ബട്ടർ, മൈദാമാവ്, സോയ സോസ്, കോൺഫ്ലവർ, മല്ലിയില, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പേസ്റ്റിന്റെ ബാക്കിയാണ്. ബ്രെഡ് ക്രംസ്, എഗ്ഗ് ബീറ്റ് ചെയ്തത്, കുരുമുളക് പൊടി, ഉപ്പ്, നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് ആണ്. പ്രോൺസ് ഒരു ബാറ്ററി മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ബാറ്റർ ഉണ്ടാക്കുവാണ്. മൈദാമാവ്, സോയ സോസ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കണം എങ്ങനെയെന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പേസ്റ്റിൻ്റെ ബൗളിലേക്കാണ് ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് ഇടാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് മൈദാമാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാൻ പോവാം. അടുത്തതായിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. അടുത്തതായിട്ട് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മൊത്തം ഇടാം. അടുത്തതായിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. മല്ലിയില മൊത്തം ഇട്ട് കൊടുക്കാം. നമുക്ക് സോയ സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമുക്ക് ഇത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതില് വെള്ളം ഒഴിച്ചാണ് സത്യം പറഞ്ഞാൽ മിക്സ് ചെയ്യണ്ട. ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനാണെന്ന് നിങ്ങൾക്കറിയാലോ, മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രോൺസിലേക്ക് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കി എടുത്തേക്കുന്നത്. ചോദിക്കുവാണ് മുട്ട വേണ്ടെന്ന്. മുട്ടയൊക്കെ നമ്മൾ എടുക്കും. ദേവന് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ദേവനാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അപ്പോൾ നമ്മൾ ഈ ബാറ്ററി മുക്കിയിട്ട് ഈ പ്രോൺസ് എടുത്തിട്ട് ബാറ്ററി മുക്കിയിട്ട് നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്തതിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് എടുത്ത് വെക്കുന്നതാണ്.
കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഫ്രൈറ്റ് കൊതിയ കൊറിയാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഈ പാൻ ചൂടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എണ്ണ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. പാൻ ഇപ്പൊ തന്നെ ചൂടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് എണ്ണ ഒഴിക്കേണ്ടത്. ഇട്ടുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. സെറ്റ് നമ്മളെ ഈ ചേച്ചി കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ കുഞ്ഞു പിള്ളേർ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഈ എണ്ണയൊക്കെ വെച്ച് ചൂടില് നമ്മളെ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പൊ കുഞ്ഞു പിള്ളേർ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് വേന സഹിക്കാൻ പറ്റാത്ത ഒരു വേനയായിരിക്കും അത്. അപ്പം നമുക്ക് വേന ഒട്ടും സഹിക്കാൻ പറ്റില്ല, ഭയങ്കര വേനയായിരിക്കും. അപ്പം നമുക്ക് ഇത് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ പ്രോൺസ് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളെ പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ടൊമാറ്റോ സോസും നമ്മളെ മയണൈസും വീട്ടിലുണ്ടാക്കിയാണ്. മയണൈസും ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഞാൻ വീണ്ടും കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഈ സ്നാക്ക് ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾ കുഞ്ഞു പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുവരെ ബൈ.